என்னால நம்ம மெர்லின் இப்படி செய்வான்னு நான் கனவுல கூட எதிர்பார்க்கல. അല്ല എന്ത് പറ്റി? நம்ம மெர்லிനെ കാണും. മെർലിൻ കൊച്ചേ, നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയി കിടക്കുവായിരുന്നു? നീ രാവിലെ വീട്ടിൽ കയറി നാളെ കൊല്ലാനാണ് എങ്ങോട്ടോ ഇറങ്ങി പോയത്? അയ്യോ ദാദാ കൊണ്ടുപൊക്കോ എങ്ങോട്ടാന്ന് വെച്ചാ. മോളെ, നീ എവിടെ പോയി കിടക്കുവായിരുന്നടി? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ നീ? ഡാഡി എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ? മമ്മി ഒന്ന് വിട്ടേ. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയതൊന്നല്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തന്നെ ഇരുന്നതാ. പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാര്യം ഓർത്തപ്പോഴേ പുറത്തുപോയി. അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നേ. അല്ല മമ്മി എന്താ ഇവിടെ? ഡാഡി മമ്മീനെ ഇറക്കി വിട്ടാ? മമ്മി മാത്രമല്ല, നീ ഇങ്ങോട്ട് വരുന്ന നോക്കിയാ മാവന്റെ വീട്ടിലെ ഒരു മനുഷ്യൻ വളവായിട്ട് കിടപ്പുണ്ടായിരുന്നു. കണ്ടില്ല നീ? ആര്? നിന്റെ ഡാഡി. ഡാഡി ഇവിടെ ഉണ്ടാ? உன்னோட டாடி வந்து சொல்றாரு நம்ம கேசுதான் உன்னை கடத்தி வச்சிருக்காங்கன்னு. എന്തോന്ന്? കേശേട്ടൻ ചേച്ചീനെ കിഡ്നാപ്പ് ചെയ്തെന്നാണ് അങ്കിള് പറയുന്നത്. ആര്? ഇവനാ? ഇവനാ അതിനുള്ള ധൈര്യമൊന്നുമില്ല. ബെസ്റ്റ്. മോളെ കിട്ടിയിട്ടേ പോകത്തുള്ളൂ പറഞ്ഞോണ്ടേ മോടെ അപ്പച്ചൻ അല്ല മോടെ ഡാഡി ഇവിടെ ഉണ്ട്. യോ എന്തൊരു പ്രഹസനമായിരുന്നു എന്തോ ഇത്ര നേരം ഇവിടെ കിടന്ന്. ഇതിലും ഭേദം വെടികൊണ്ട പന്നി വീട്ടിൽ കയറണായിരുന്നു. ഗതികേട് കാരണം പറഞ്ഞു പോണതാണ് എന്റെ പൊന്നാൻറ്റി. ഏത് നേരത്താണാവോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ആ വഴി അങ്ങ് പോയാ മതിയായിരുന്നു. മോളെ വാ, നമുക്ക് ഡാഡി ഒന്ന് പോയി കണ്ടിട്ട് വരാം. വാ. ഞാനില്ല. അതെന്താ? നീ വാ ഇങ്ങോട്ട്. ഞാനില്ല. മമ്മി പോയാ മതി അങ്ങോട്ട്. എന്റെ പൊന്നു മോളെ മക്കളൊന്ന് ചെല്ല്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. മമ്മി പൊക്കോ. ആന്റി ഇതെല്ലാം ഞാൻ വിളിച്ചോണ്ട് വരാം. ആ, എന്ന് ഇവള് വന്നാലും ഞാൻ അങ്ങനോട് ഇന്ന് പറയട്ടെ. നീ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട്. നീ അല്ലേ മണ്ടടിച്ചാ മുളകും കേട്ടാ. നീ കുടുംബക്കാരോട് ആളെ കൊല്ലാൻ നോക്കിയാണാ? ഇത്ര നേരം കൊണ്ടേ ഞാൻ സെൻട്രൽ ജയിലിന്റെ അഴിയെണ്ണുന്നവരെ സ്വപ്നം കണ്ട അറിയോ? എല്ലാം കൂടെ കയറി വരും നെഞ്ചത്ത് കയറിയിരുന്ന് പൊങ്കാല ഇടാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക്, ഇനി ഇതേപോലെ എവിടെങ്കിലും എന്താ നീ ആരെയും ഭരിക്കാൻ വരുന്നേ? കൂടുതലും മുട കാണിച്ചാലുണ്ടല്ലോ നീ എന്നെ കടത്തിക്കൊണ്ടുപോയി നീ എന്റെ അടിയോട് പറയും. ആ വിശ്വസിക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയാലോ? നടക്ക്. ഓ ആ എന്താ ഒരുമാതിരി എല്ലാരും മരണ വീട്ടിൽ നിൽക്കുമ്പോഴേ നിക്കണത്? വിളിക്കണില്ലേ? വിളിക്കാൻ തോന്നുന്നില്ലടാ. വിളിച്ചു കഴിഞ്ഞാലേ നമുക്ക് സ്വൈരം തരത്തില്ലല്ലോ. വലിയ കോടീശ്വരനാ. കിടക്കണ കിടപ്പ് വേണ്ട. ഏസിക്കകത്ത് കിടന്നുറങ്ങിയല്ലോ ശീലം. ഇപ്പൊ കിടക്കണ നോക്കിയേ മാവിന്റെ ഓട്ടില്. പാവം തളർന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങിയതാട്ടാ. ആന്റി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വിളിക്ക് മോളെ, വിളിക്ക്. ചായ ചായ ദേ ഇച്ചായ. എന്താ എന്റെ മോളെവിടെ? എന്റെ മോള് ദേ അവള് വന്നു. മോളെ കരയുവാണോ അതോ ചീച്ചുവാണോ? ഗോമസേ ഇങ്ങനെ കൊച്ചു കുട്ടികൾ കരയുന്ന പോലെ കരയല്ലേ? അത് തന്നെ, കൊച്ചു കുട്ടികൾ കരയുന്ന പോലെ കരയല്ലേ? വലിയ ആൾക്കാർ കരയുന്ന പോലെ കര. ഞാൻ പറയുന്ന ഗോമസ് ഒന്ന് കേക്കണം. വേണ്ട മെർലിനിങ് വന്നില്ലയോ? വീട്ടിലെന്തോ പ്രശ്നം ഉണ്ടായപ്പോഴേ അവള് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്നു. അത്രേ ഉള്ളൂ. ഡാഡി അങ്കിളെ ഇങ്ങനെ ഇരുന്ന് കരയല്ലേ. ഒന്നില്ലെങ്കിലും സമൂഹത്തിലെ വലിയ നിലയും വിലയൊക്കെയുള്ള ആളല്ലേ. ആള് ഇങ്ങനെ നടന്ന് കരഞ്ഞ സ്റ്റാറ്റസിനെ ബാധിക്കില്ല അങ്കിളെ. കോടികൾ ഞാൻ ഉണ്ടാക്കുന്ന ഇവൾക്ക് വേണ്ടിട്ടാ. ഇതറിഞ്ഞു കഴിഞ്ഞ സമൂഹത്തില് എന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും. എന്റെ എനിമീസ് കണ്ടാക്കിയിരിക്കും.